ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ. 1181 ടു 1226. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ലോകം നൽകുമെന്ന് പറയുന്ന സുരക്ഷിതത്വം പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതാണ്. അത് ഭാരമുള്ള ചുമടായി പിന്നീട് പരിണമിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവന് ഏത് വലിയ ചുമടും ലഘുവായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഈ സത്യം തിരിച്ചറിഞ്ഞവരിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ഇന്ന് നാം തിരുനാൾ അനുസ്മരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒരു വലിയ ധനാഢ്യ കുടുംബത്തിലെ അംഗമായിരുന്നു അവൻ. സ്നാപക യോഹന്നാന്റെ ഭക്തയായിരുന്ന അവന്റെ അമ്മ അവന് യോഹന്നാൻ എന്ന മാമോദിസ പേര് നൽകി. എന്നാൽ വ്യാപാരം കഴിഞ്ഞ് തിരിച്ചു വന്ന പിതാവ് കുഞ്ഞിന് ഫ്രാൻസിസ് എന്ന പേര് നൽകി. എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയാണ് പിതാവ് അവനെ വളർത്തിയതെങ്കിലും വളർന്നു വലുതായപ്പോൾ ഫ്രാൻസിസ് സ്നാപക യോഹന്നാനേക്കാൾ വിശ്രുതനായി. യോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുന്നവനായിരുന്നെങ്കിൽ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഭൗതിക ആകർഷണത്തിൽ മുഴുകി വളർന്നു വന്ന ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുണ്ടായി. ഒരു രാത്രി ഫ്രാൻസിസ് ദൈവത്തിന്റെ ഒരു സ്വരം ശ്രവിച്ചു. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? യജമാനനെ എന്നവൻ ഉത്തരം പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാം. തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഇടവക പള്ളിയെ താൻ താങ്ങി നിർത്തുന്നതായി അന്ന് രാത്രി ഫ്രാൻസിസ് ഒരു സ്വപ്നം കണ്ടു. അത് ദൈവിക സന്ദേശമായി തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഇടവക ദേവാലയം പുതുക്കി പണിതു. തിരിച്ചെത്തിയ പിതാവ് അവനെ വീട്ടുതടങ്കലിലാക്കി. ഫ്രാൻസിസ് അണിഞ്ഞിരുന്ന സ്വന്തം വസ്ത്രം പോലും ഊരിയെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കാൻ വീട് വിട്ടിറങ്ങി. പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. യാത്രയ്ക്ക് നിങ്ങൾ യാതൊന്നും കരുതരുത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് എന്നെ പിന്തുടരട്ടെ തുടങ്ങിയ വചനങ്ങൾ അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. സ്വർഗസ്ഥനായ പിതാവിനെ അവൻ സ്വന്തം അപ്പനായി സ്വീകരിച്ച് സ്വർഗത്തിന്റെ പൗരത്വം സ്വീകരിച്ചു. പള്ളി പുതുക്കി പണിയാൻ ലഭിച്ച ദൈവിക ആഹ്വാനത്തിന്റെ യാഥാർത്ഥ്യം പിന്നീടാണ് അവൻ തിരിച്ചറിഞ്ഞത്. തകർന്നു തരിപ്പണമായ ദൈവിക കൂട്ടായ്മയെ പടുത്തുയർത്തുവാനാണ് തനിക്ക് ലഭിച്ച ദൈവിക ആഹ്വാനമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ലൗകിക ഏകത്വത്തിലേക്ക് കൂപ്പുകുത്തിയ സഭയുടെ സമൂല പരിവർത്തനമാണ് തന്റെ ദൗത്യമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൈവം അവനോടൊപ്പം ചേർന്നു നിന്നു. 44-ാം വയസ്സിൽ ഇഹലോകവാസം വെടിയുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി അദ്ദേഹം രൂപം കൊടുത്ത ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയിലേക്ക് യുവതീയുവാക്കന്മാരുടെ തള്ളിക്കയറ്റമായിരുന്നു. പക്ഷേ കർക്കശമായ ദാരിദ്ര്യ അരൂപി പ്രാവർത്തികമാക്കാൻ കഴിയാത്ത സമൂഹ അംഗങ്ങളിൽ നിന്ന് പലവിധ മർദ്ദനങ്ങളും തിരസ്കരണങ്ങളും അവന് ഏറ്റുവാങ്ങേണ്ടി വന്നു. എല്ലാം ദൈവേഷ്ടമായി ഏറ്റെടുക്കാനും അചഞ്ചലനായി നിലകൊള്ളാനും ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കേണ്ടത് എങ്ങനെയെന്നും അവൻ ലോകത്തെ പഠിപ്പിച്ചു. ഇന്നും അദ്ദേഹം തുടങ്ങിവെച്ച ആത്മീയ മുന്നേറ്റത്തിലേക്ക് അനേകായിരങ്ങൾ ആകർഷിതരായി കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, പറുദീസ മോഹിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ മാലാഖയെ വിട്ട് അങ്ങ് പറുദീസയുടെ വാതിലടയ്ക്കുക. നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ എന്നെ നിത്യനരകാഗ്നിയിലേക്ക് എറിയുക. എന്നാൽ അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നതെങ്കിൽ ഇരുകരങ്ങളും നീട്ടി എന്നെ കൈക്കൊള്ളുക.